എല്ലാവർക്കും നമസ്കാരം. കേരള ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വഴുതനങ്ങ തേങ്ങ വറുത്തരച്ച് ഒരു തീയൽ വയ്ക്കാം. അതിന് ഞാൻ ഒരു 1/4 കിലോ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ, 1 കപ്പ് തേങ്ങ, 1/4 കിലോ വഴുതനങ്ങ, 1 കപ്പ് തേങ്ങ, ഒരു 15 ചെറിയ ഉള്ളി നീളത്തി അരിഞ്ഞത്, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കറിവേപ്പില, 3 പച്ചമുളക്, 2 തക്കാളി. പുളി ചേർക്കുന്നില്ല, അതുകൊണ്ട് 2 വലിയ തക്കാളി. വലിയ തക്കാളിയാണ് 2 തക്കാളി എടുത്ത്. ചെറുതാണെങ്കിൽ ഒരു 3 4 തക്കാളി എടുക്കണം. നമുക്കിന്ന് ആദ്യം ശരിയാക്കാം. ആദ്യം നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് 4ആയിട്ട് കീറിയിട്ട് വെള്ളത്തിലിടാം. അതിന് ശേഷം നമുക്കൊന്ന് എണ്ണയിലിട്ടതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് തീയൽ വെക്കുന്നത്. തേങ്ങ വറുത്ത് അതിൻ്റെ ആ മസാലയൊക്കെ ചേർത്ത് നമുക്ക് തീയൽ ശരിയാക്കാം. ആദ്യം വഴുതനങ്ങ നമുക്കൊന്ന് അതിൻ്റെ ഈ ഞെട്ട് കളഞ്ഞിട്ട് 4ആയിട്ട് കീറി വെള്ളത്തിൽ ഇടാം. അന്നേരം അതിൻ്റെ ആ കറ അങ്ങ് പോകും, ഇല്ലെങ്കിൽ അത് കറുത്ത് പോകും. അത് കീറി ഇങ്ങനെ വെച്ചിരുന്നത് ഇങ്ങനെ 4ആയിട്ട് ഇതിൻ്റെ 4ആയിട്ട് കീറാം. എന്നിട്ട് കീറി വെള്ളത്തിൽ ഇടാം. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ടേക്കാം. അന്നേരം അതിൻ്റെ ആ കറയെല്ലാം അങ്ങ് പോകും, കറുക്കത്തില്ല. വഴുതനങ്ങ എല്ലാം അരിഞ്ഞ് 4ആയിട്ട് കീറി വെള്ളത്തിൽ ഇട്ട് ഇതൊന്ന് 10 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. നമ്മളൊരു ഫ്രൈ പാൻ വെച്ച് ചൂടായി. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ഇട്ട് അതിൻ്റെ കൂടെ ഒരു 2 ചെറിയ ഉള്ളി അരിഞ്ഞതുകൂടെ ചേർക്കാം. നമുക്കിനി ഇതൊന്ന് നല്ലോണം വറുത്തെടുക്കാം. ഇത് പച്ചത്തേങ്ങ അരച്ച് വെച്ചാലും നല്ലതാണ്. അത് ഞാനൊരു വീഡിയോ ഇനി ഇടുന്നുണ്ട്, പച്ചത്തേങ്ങ അരച്ച് വെക്കുന്നത്. ഇപ്പം തേങ്ങ വറുത്ത് നമുക്കൊന്ന് തീയൽ വെക്കാം. മസാല നമ്മൾ ഇട്ടതെല്ലാം ചൂടായി. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ആറാൻ വയ്ക്കാം. നമ്മളൊരു വഴുതനങ്ങ വറുക്കാൻ നമ്മളൊരു ഇരുപ്പെട്ടി വെച്ച് അതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ആദ്യമേ ഈ വഴുതനങ്ങ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെ ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചവെള്ളം എല്ലാം കൂടെ വഴറ്റിയിട്ട് നമുക്ക് തീയൽ ശരിയാക്കാം. ആദ്യമേ നമുക്ക് ഈ വഴുതനങ്ങ ഇടാം. വഴുതനങ്ങ ഇത് ഇട്ടിട്ട് പെട്ടെന്ന് അടയ്ക്കാം, അല്ലെങ്കിൽ ഇത് തെറിക്കും. അടച്ച് വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തെറിച്ച് കയ്യിലൊക്കെ വീഴും. നമ്മൾ ഈ വഴുതനങ്ങ ഇട്ടിട്ട് ഉടനെ തന്നെ ഒരു അടപ്പിന് അങ്ങ് അടയ്ക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലൊക്കെ വീഴും. അതുകൊണ്ട് ഒരു ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യണം, വഴുതനങ്ങ വറുത്തെടുക്കണം. ഇടയ്ക്ക് അടപ്പെടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് അടപ്പെടുത്ത് ഇളക്കി കൊടുക്കാം, എന്നിട്ട് അടയ്ക്കാം. ഇത് ഞാൻ ശകലം എണ്ണയൊഴിച്ച് പിന്നെ വഴറ്റിയെടുക്കുന്നത് പോലെ ആക്കിയാൽ ഇത് തോനെ എണ്ണയൊഴിച്ച് വറുത്ത് കോരി എടുക്കാം. എന്നിട്ട് പിന്നെ എണ്ണ ഒരുപാട് എണ്ണയാവും. ആ എണ്ണ പിന്നെ അധികം വരികയും ചെയ്യും. അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ നമുക്കൊന്നിങ്ങനെ ഇതൊന്നും ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് എടുക്കാം, വറുത്തെടുക്കാം. ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ബ്രൗൺ നിറമാവും, അതുവരെ നമുക്കൊന്ന് വഴറ്റിയാൽ മതി. ഇത് ബ്രൗൺ നിറമായി വന്ന് ഇനി നമുക്കിത് കോരി മാറ്റാം. വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടിട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടെ വഴറ്റിയെടുക്കണം. നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ വഴറ്റാം. കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയുടെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പം തക്കാളി ചേർക്കാം.
ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പുളി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 2 വലിയ തക്കാളി ചേർക്കാം. ശരി, നേരം അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് വെച്ച തേങ്ങ നമുക്ക് അത് അരച്ചുകൊണ്ട് വരാം. മിക്സിയിലിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മൾ ആദ്യം ഒന്ന് പൊടിച്ച് ഇനി ഇതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്ത് ഇനി തക്കാളി വെന്തോന്ന് നോക്കാം. തക്കാളി വെന്തു. ഇനി നമുക്ക് ഈ അരപ്പ് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കാം. ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇച്ചിരി വെള്ളമൂടെ ചേർത്ത് ഒഴിക്കാം. നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ഇച്ചിരി വെള്ളമൂടെ ചേർത്ത് ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മൾ പിന്നെ വഴറ്റി വെച്ച വഴുതനങ്ങ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വന്ന് അരപ്പ് തിളച്ച് ഇനി നമുക്ക് വഴുതനങ്ങ ഇതിൻ്റെ കൂടെ ചേർക്കാം. ചെറിയ കുറുകി വരുമ്പോൾ വാങ്ങി വയ്ക്കാം. വഴുതനങ്ങ തീയൽ ശരിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ലതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വഴുതനങ്ങ തീയൽ വെക്കാൻ നമ്മൾ ചെറിയ വഴുതനങ്ങ നോക്കി എടുക്കുന്നതാണ് നല്ലത്. വലിയ വഴുതനങ്ങ ആകുമ്പോൾ അത് മുറ്റിയതൊക്കെ ആയിരിക്കും. ചെറിയ വഴുതനങ്ങ നോക്കി എടുക്കണം.